ഇലക്ട്രിക്കൽ ഡിസൈൻ ക്ലാസ്സസിൻ്റെ 46ാമത്തെ വീഡിയോ ആണിത്. ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എർത്തിങ്ങിനെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എർത്തിങ് നെറ്റ്വർക്ക്, അതേപോലെ തന്നെ പ്രോസസ് എക്യുപ്മെൻറ്റ് ബോണ്ടിങ് എന്താണ്, അതുകൂടാതെ തന്നെ ലൈറ്റ്നിങ് അറസ്റ്ററെ കുറിച്ചും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, തികച്ചും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല, വീഡിയോയിലേക്ക് കടക്കാം. ഹായ്, ഞാൻ അമൃത് ശിശിർ, ഇലക്ട്രിക്കൽ കൺസൾട്ടൻറ്റ്. വെൽക്കം ടു മൈ ചാനൽ ശിശിരം എഞ്ചിനീയറിംഗ് സർവീസ്. വീഡിയോയുടെ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് തന്നെ എർത്തിങ് എന്താണെന്ന് നോക്കാം. എർത്തിങ് സിസ്റ്റം അഥവാ ഗ്രൗണ്ടിങ് സിസ്റ്റം രണ്ടും തമ്മിൽ നമുക്ക് കൺഫ്യൂസ് ആവാറുണ്ട്. കൺഫ്യൂസ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. എർത്തിങ് സിസ്റ്റം നമ്മുടെ UK അല്ലെങ്കിൽ IEC സ്റ്റാൻഡേർഡ് പ്രകാരം ഇന്ത്യയിലൊക്കെ നമ്മൾ എർത്തിങ് സിസ്റ്റം എന്ന് പറയുന്നു. അതേപോലെ തന്നെ US-ലേക്ക് അതിനെ ഗ്രൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നു. തമ്മിൽ ഭയങ്കര വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ബേസിക് ആയിട്ട് എർത്തിങ്ങിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിനെക്കാട്ടും മുന്നേ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. ഇലക്ട്രിസിറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ്. അതായത് ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റിനെയാണ് ഇലക്ട്രിസിറ്റി ആയി കൺവേർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഷോക്ക് അടിക്കുന്നത് നമ്മളൊരു ഹയർ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ഥലത്ത് ഇലക്ട്രോൺസ് സ്റ്റോർ ആയി കിടക്കും. നമ്മൾ അറിയാതെ പോയി അത് തൊടുമ്പോൾ ആ ഇലക്ട്രോൺസ് നമ്മുടെ ശരീരത്തിലൂടെ എർത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഷോക്ക് അടിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺസ് എർത്ത് അഥവാ നമ്മുടെ ഭൂമിയിലേക്ക് എത്ര വേണമെങ്കിലും പോയാലും നമുക്ക് ആ ഭൂമി ആ ഇലക്ട്രോൺസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇത്രയും ഇലക്ട്രോൺസ് എടുത്താലും അതിന്റെ ചാർജിൽ യാതൊരു ഡിഫറൻസും ഉണ്ടാവുന്നില്ല. ഈ ഐഡിയ നിങ്ങൾക്ക് ക്ലിയർ ആയി വരും. അതായത് നമ്മളിവിടെ എർത്ത് അഥവാ ഭൂമിയെ നമ്മൾ എല്ലാ ഫ്രീ ഇലക്ട്രോൺസിനെയും കൊണ്ടുപോയിട്ട് ഡംപ് ചെയ്യാൻ അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. നെക്സ്റ്റ്, നമ്മൾ എന്തിനാണ് എർത്ത് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. എർത്ത് യൂസ് ചെയ്യുന്ന പ്രധാനമായും സേഫ്റ്റിക്കും ചിലപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് എഫക്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുമാണ്. ഫോർ സിമ്പിൾ ആയിട്ട് പറയാം, സേഫ്റ്റിയുടെ കാര്യം തന്നെ പറയാം. ഒരു എക്യുപ്മെന്റിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് കാരണമോ മറ്റ് ഇൻഡക്ഷൻ കാരണമോ ആ എക്യുപ്മെന്റ് ബോഡിയിൽ ഈ ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ചാർജ് ഉണ്ട് എന്ന് വെക്കുക. നമ്മൾ അത് തൊടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ചാർജ് നമ്മുടെ ശരീരത്തിലൂടെ ഇറങ്ങി ഭൂമിയിലേക്ക് എത്തുന്നു. ഇതിന് പകരം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോ റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു കേബിളോ ഒരു വയറോ ഉപയോഗിച്ച് ഈ ബോഡിയെ എർത്തായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു എക്സസ് ഓഫ് എമൗണ്ട് ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ ആ ബോഡിയിൽ ആ വയർ വഴി അത് ഭൂമിയിലേക്ക് പോകും. നമ്മളപ്പോൾ തൊടുമ്പോൾ നമ്മുടെ ശരീരത്തിനെക്കാളും റെസിസ്റ്റൻസ് കുറഞ്ഞ വയറാണ് അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചാർജ് വരുമ്പോൾ നമ്മുടെ ശരീരത്തിലൂടെ വരാണ്ട് ആ ചാർജ് ഭൂമിയിലേക്ക് പോകുന്നു. ഇതാണ് ബേസിക് ആയിട്ടുള്ള എർത്തിന്റെ പ്രിൻസിപ്പിൾ. ഇലക്ട്രോ മാഗ്നറ്റിക് ഇഫക്റ്റിന്റെ ദൂഷ്യവശങ്ങൾ തടയാൻ വേണ്ടി എന്ന് ഉപയോഗിക്കുന്ന കാരണം വെച്ചാൽ ചില നിങ്ങൾ ഷീൽഡഡ് കേബിൾസ് കാണും. പ്രത്യേകിച്ച് നമ്മളിത് യൂസ് ചെയ്യുന്ന സിഗ്നൽ കേബിൾസിനാണ്. അതായത് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള സിഗ്നൽ കേബിൾസിൽ നമുക്ക് 24 മില്ലി വോൾട്ടിലൊക്കെ പോകുന്ന സിഗ്നൽ കേബിൾസ് ആണ് പ്രധാനമായും ഷീൽഡഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. നമ്മൾ 230-ലും നമ്മൾ സ്ക്രീൻഡ് കേബിൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ഇതിന്റെ മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് മെക്കാനിക്കൽ പ്രൊട്ടക്ഷൻ ഡെഫിനറ്റ് ആയിട്ടും കിട്ടും. അതുകൂടാതെ തന്നെ ഈ കേബിൾ ഇങ്ങനെ ലെങ്ത്തിൽ പോകുമ്പോൾ ഈ കേബിളിന്റെ ഇൻഡക്ഷൻ കാരണം ഇൻഡ്യൂസ്ഡ് കറണ്ട് അതിന്റെ അടുത്തുള്ള കേബിളുകളിൽ പോവുകയും അതേപോലെ തന്നെ സിഗ്നലിൽ ഡിസ്റ്റോർഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ഷീൽഡിങ്ങിന്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ ഈ ഷീൽഡിങ് നേരെ നമ്മൾ എർത്ത് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെ ഇൻഡക്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നത് നമ്മൾ ഷീൽഡ് വഴി നേരെ എർത്ത് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇൻഡക്ഷൻ കാരണമുള്ള കറണ്ടോ സിഗ്നൽ ഡിഫോൾട്ടോ നമ്മൾ ഈ ഇവിടെ ഒഴിവാക്കപ്പെടുന്നു എർത്തിങ് ചെയ്തുകൊണ്ട്. ഓക്കെ, ഈ ഐഡിയാസ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ സ്ഥലത്തെയും എർത്തിങ് റെഗുലേഷൻ അനുസരിച്ചിട്ടായിരിക്കും എർത്തിങ് ചെയ്യേണ്ടത്. ഓരോ സ്ഥലത്തെയും അതിന്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എന്താണ് പൈപ്പ് എർത്തിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട്, എന്തൊക്കെയാണ് റെഗുലേഷൻസ്, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് രണ്ട് എർത്ത് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചെയ്യേണ്ടത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, പോയി കാണാൻ ശ്രമിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള എർത്തിങ്ങിന്റെ ആവശ്യം മനസ്സിലായി. ഇനി നെക്സ്റ്റ്, ഓരോ രീതിയിലും നമ്മൾക്ക് എർത്തിങ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. എന്തൊക്കെ ടൈപ്പിലാണ് എർത്തിങ് ഒബ്ജക്റ്റീവ്സ് ഉള്ളത് എന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, സിസ്റ്റം ഗ്രൗണ്ടിങ് എന്താണെന്ന് നോക്കാം. അതായത് ബേസിക് ആയിട്ട് ഇവിടെ സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു മൊത്തം സിസ്റ്റത്തിന് എർത്തിങ് കൊടുക്കുന്ന ഒരു രീതിയാണ്. അതായത് ഫോർ എക്സാമ്പിൾ ഒരു ലൈറ്റ്നിങ് ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു കറണ്ട്, അതേപോലെ തന്നെ ഫ്രിക്ഷൻ ഇൻഡ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. ഫോർ സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിൻഡ് മില്ല് കാറ്റടിക്കുമ്പോൾ സ്റ്റാറ്റിക് എനർജി കാരണം അവിടെ ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയും എർത്ത് ചെയ്ത് ഗ്രൗണ്ടിലേക്ക് കളയേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഇങ്ങനെയുള്ള ഒരു സിസ്റ്റത്തെ മൊത്തമായിട്ട് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിനെ മൊത്തമായിട്ട് ഗ്രൗണ്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് സിസ്റ്റം ഗ്രൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എക്യുപ്മെന്റ് ഗ്രൗണ്ടിങ് ആണ്. എക്യുപ്മെന്റ് ഗ്രൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പവർ ജനറേറ്റിംഗ് എക്യുപ്മെന്റ്, ജനറേറ്ററിന്റെ ന്യൂട്രൽ പോയിന്റ് നമ്മൾ സ്റ്റാറിലാണ് കണക്ട് ചെയ്യുന്നത്. അതിൽ
കൊണ്ടുപോയി ഗ്രൗണ്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം. അതേപോലെ ട്രാൻസ്ഫോമർ ഗ്രൗണ്ടിങ്, ഇവിടെയൊക്കെ നമ്മൾ ചെയ്യുന്നത് മെയിൻ ആയിട്ടും ഗ്രൗണ്ടിൽ ചെയ്യുന്നത് കൊണ്ട് ആ ന്യൂട്രലിൽ വരുന്ന ഫോൾട്ട് അല്ലെങ്കിൽ അൺബാലൻസ് കറണ്ട് ഗ്രൗണ്ടിലൂടെ എർത്തായി പോവുകയും ഇതിൽ വരുന്ന കറണ്ടിന്റെ മെഷർ ചെയ്തുകൊണ്ട് നമുക്ക് ഇതിന്റെ ട്രിപ്പിങ്ങും കൺട്രോൾസും കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതിലാണ് എക്യുപ്മെന്റ് ബോണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് കൂടാതെ തന്നെ എല്ലാ എക്യുപ്മെന്റിന്റെയും ബോഡി പാർട്സും കാര്യങ്ങളൊക്കെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് കൊണ്ട് ഗ്രൗണ്ട് ചെയ്യേണ്ട അത്യാവശ്യമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ എന്തെങ്കിലും കാരണവശാൽ അതിന്റെ ബോഡിയിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ നമ്മൾ തൊട്ട് നമുക്ക് ഷോക്ക് അടിക്കാതിരിക്കാൻ അതിനെ ഗ്രൗണ്ട് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് വരുന്ന ഫംഗ്ഷനിങ് എർത്തിങ് ആണ്. ഫംഗ്ഷണൽ എർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ എർത്തിങ്ങിൽ നോർമൽ പ്രൊട്ടക്ഷനോ സേഫ്റ്റിയോ അല്ലാതെ തന്നെ വേറൊരു പെർട്ടിക്കുലർ ഫംഗ്ഷൻ തന്നെ ഉണ്ടാവും. ഞാൻ ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ സിംഗിൾ വയർ പവർ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളിപ്പോൾ ഞെട്ടിയിട്ടുണ്ടാവും. അതായത് ഒരു ഫേസ് മാത്രമാണ് പവർ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുന്നത്. വളരെ അപൂർവമായിട്ട് വളരെ റിമോട്ട് ഏരിയയിലൊക്കെ കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു രീതിയാണിത്. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരു സ്ഥലത്തേക്ക് ഒരു ഫേസ് മാത്രമേ കൊണ്ടുപോകുള്ളൂ. ആ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യും. പിന്നെ അതിന്റെ ന്യൂട്രൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഒരു എർത്തിങ് സിസ്റ്റമാണ്. ഇങ്ങനെ വരുമ്പോൾ എർത്തിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എർത്തിൽ കറണ്ട് എർത്തിലേക്ക് കൊടുത്തിട്ടാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ നാട്ടിൽ സാധാരണ യൂസ് ചെയ്യുന്നതിൽ വളരെ റിമോട്ട് ആയിട്ടുള്ള ഏരിയയിൽ ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ അത് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഫംഗ്ഷണൽ എർത്തിങ്. ഇത് കൂടാതെ തന്നെ സർജ് സപ്രസർ, അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇന്റർഫറൻസ് ഫിൽറ്ററിലൊക്കെ എർത്തിൻ്റെതായ ഫംഗ്ഷൻസ് ഉണ്ട്. അതായത് റെഗുലർ ആയിട്ട് എർത്തിലൂടെ കറണ്ട് ഭൂമിയിലേക്ക് പ്രവഹിക്കുന്ന സ്ഥലങ്ങൾ. ഓക്കെ, അതാണ് ഫംഗ്ഷണൽ എർത്തിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട ടൈപ്സ് ഓഫ് എർത്തിങ് അറേഞ്ച്മെന്റ്സ് ആണ്. ഇവിടെ എർത്തിങ് അറേഞ്ച്മെന്റ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു കൺസ്യൂമറിലേക്കോ വരുന്ന പവർ സപ്ലൈ, ഫോർ എക്സാമ്പിൾ 3 ഫേസ് പവർ സപ്ലൈ, ന്യൂട്രൽ, എർത്ത്, ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിന്റെ അറേഞ്ച്മെന്റ്സിന് അനുസരിച്ചിട്ടാണ് എർത്തിങ് അറേഞ്ച്മെന്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. പ്രധാനമായും ഇവിടെ TN, TT, IT എന്ന വിഭാഗത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇത് കൂടാതെ TN-ൽ തന്നെ 3 തരത്തിൽ ചെയ്യുന്നുണ്ട്. TNC, TNS, TNCS. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഇവിടെ T എന്നും N എന്ന ലെറ്റർ ഒക്കെ ഫ്രഞ്ച് വേർഡ്സ് നിന്നാണ് ഇത് ഉത്ഭവിച്ചിരിക്കുന്നത്. T കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡയറക്റ്റ് ആണ്, N കൊണ്ട് ന്യൂട്രൽ ആണ്, I വെച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐസൊലേറ്റഡ്, C എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ്, S എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ്. ഫസ്റ്റ് ലെറ്റർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എർത്ത് കണക്ഷനും പവർ സപ്ലൈയും തമ്മിലുള്ള ബന്ധമാണ്. T ആണെങ്കിൽ ഡയറക്റ്റ് കണക്ഷൻ ടു എർത്ത് പോയിന്റ്, I ആണെങ്കിൽ നോ പോയിന്റ് ഇസ് കണക്റ്റഡ് ടു എർത്ത്. ഫസ്റ്റ് ലെറ്ററിന്റെ കാര്യമാണ്. സെക്കൻഡ് ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എർത്ത് പോയിന്റും കൺസ്യൂമർ സൈഡിലും അല്ലെങ്കിൽ സപ്ലൈ സൈഡിലെ കണക്ഷൻ ആണ്. T ആണെങ്കിൽ എർത്ത് കണക്ഷൻ, ലോക്കൽ കണക്ഷൻ, ഡയറക്റ്റ് കണക്ഷൻ ടു എർത്ത് വയ ഗ്രൗണ്ടിങ് റോഡ്. N ആണെങ്കിൽ എർത്ത് കണക്ഷൻ ഈസ് സപ്ലൈഡ് ഡയറക്ട്ലി ഫ്രം ദ സപ്ലൈയിങ് നെറ്റ്വർക്ക്. അത് 3 കാറ്റഗറി നമ്മൾ പറഞ്ഞു. S ആണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്തിങ് കേബിൾ സപ്ലൈ സൈഡിൽ നിന്ന് കൺസ്യൂമർ സൈഡിലേക്ക് കൊടുക്കും. പിന്നെ C ആണെങ്കിൽ കമ്പൈൻഡ്, അതായത് എർത്തും ന്യൂട്രലും കമ്പൈൻ ചെയ്തിട്ടാണ് സപ്ലൈ സൈഡിൽ നിന്ന് കൺസ്യൂമർ സൈഡിലേക്ക് കൊടുക്കുന്നത്. CS ആണെങ്കിൽ ഒരു കമ്പൈൻഡും സെപ്പറേറ്റിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. നമുക്ക് ഈ ഓരോ പിക്ചറിൽ നോക്കിയിട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് TNC. T എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സപ്ലൈ സൈഡ് എർത്ത് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ട്രാൻസ്ഫോമർ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ സപ്ലൈ സൈഡിൽ ട്രാൻസ്ഫോമർ എർത്ത് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് T. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിങ് കൊടുത്തിട്ടുണ്ട് സപ്ലൈ സൈഡിൽ. C കൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്പൈൻഡ് ആണ്. ഇവിടെ നമുക്ക് എർത്ത് പ്രൊട്ടക്ഷൻ വയറും അതേപോലെ തന്നെ ന്യൂട്രലും കമ്പൈൻഡ് ആയിട്ടാണ് കൺസ്യൂമറിലേക്ക് പോയിരിക്കുന്നത്. അതായത് ഇവിടെ എർത്ത് കൺസ്യൂമറിൽ കൊടുക്കുന്നത് ഒരു ന്യൂട്രൽ പോയിന്റിലെ വയറിലേക്ക്, എർത്തും അതേ വയറിൽ കൊടുക്കുന്നു, ന്യൂട്രലും അതേ വയറിൽ കൊടുക്കുന്നു. ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. നെക്സ്റ്റ് TNS. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ T കൊണ്ട് ഉദ്ദേശിക്കുന്നത് സപ്ലൈ സൈഡ് എർത്ത് ചെയ്തിട്ടുണ്ട്, ട്രാൻസ്ഫോമർ എർത്ത് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ലെറ്റർ NS കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് എർത്തും ന്യൂട്രലും സെപ്പറേറ്റ് ആയിട്ട് സപ്ലൈ സൈഡിൽ നിന്ന് കൺസ്യൂമറിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് 5 കേബിൾ കൺസ്യൂമറിന് കൊടുക്കും, അവിടുന്ന് 3 ഫേസും ഒരു ന്യൂട്രലും ഒരു എർത്തും. ഇതാണ് TNS കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് TNCS. ഇവിടെ പടത്തിൽ കാണുന്ന പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാൽ പിന്നെ കുറച്ച് കോമ്പിനേഷനുമാണ്. നമുക്ക് പടം കണ്ടാൽ നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും എന്താ അവിടെ ചെയ്തിരിക്കുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന TT ആണ്. TT കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ലെറ്റർ T ആയതുകൊണ്ട് സപ്ലൈ സൈഡിൽ എർത്ത് ചെയ്തിട്ടുണ്ട്, അതായത് ട്രാൻസ്ഫോമർ എർത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൺസ്യൂമറിൽ നമ്മൾ T കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ട് ലോക്കൽ എർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രൗണ്ടിങ് റോഡ് ഉപയോഗിച്ച്. അതുകൊണ്ടാണ് TT പറയുന്നത്. ഒട്ടും നമ്മുടെ വീടുകളിലൊക്കെ വരുന്ന കണക്ഷൻ ഒക്കെ ഇന്ത്യയിൽ സ്വാഭാവികം TT കോമ്പിനേഷനിലാണ് എർത്തിങ് അറേഞ്ച്മെന്റ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് IT ആണ്. IT കൊണ്ട് ഉദ്ദേശിക്കുന്നത് I നമ്മൾ ഫസ്റ്റ് ലെറ്ററിൽ ഉപയോഗിക്കുന്നത് സപ്ലൈ സൈഡിൽ ജനറേറ്റർ ആയാലും ട്രാൻസ്ഫോമർ ആയാലും എർത്തിങ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് ലെറ്റർ T എന്നത് സെപ്പറേറ്റ് ആയിട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസ്യൂമർ സൈഡിൽ നമ്മൾ എർത്തിങ് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ആയിട്ടുള്ള എർത്തിങ് റോഡ് വെച്ചിട്ട് എർത്തിങ് ചെയ്തിട്ടുണ്ട്. ഇതാണ് IT. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ഓരോന്നും യൂസ് ചെയ്യുന്നതിന് അതിൻ്റെതായ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് അതൊക്കെ പിന്നെ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ഈ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ടൈപ്സ് ഓഫ്
ഓഫ് എർത്തിങ് ആണ്. ഒരുപാട് ടൈപ്പിലുള്ള എർത്തിങ് ഉണ്ട്. പക്ഷേങ്കിൽ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പൈപ്പ് എർത്തിങ് ആണ്. അതായത് GI പൈപ്പ്, കോപ്പർ പൈപ്പ് ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്ന പൈപ്പ് എർത്ത്. ഇതാണ് ഒട്ടുമിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലും ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് പരിചിതമാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ സൈസും കാര്യങ്ങളും വെച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കണ്ടു നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടും. ഇത് കൂടാതെ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന രീതികളാണ് പ്ലേറ്റ് എർത്ത്. അതായത് ഒരു പ്ലേറ്റ് ആയിരിക്കും പൈപ്പിന് പകരം യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ റോഡ് എർത്ത്, അതേപോലെ തന്നെ എർത്തിങ് ത്രൂ മെയിൻ വാട്ടർ പൈപ്പ് ലൈൻ. ഓക്കെ, ഇവിടെ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വാട്ടർ പൈപ്പ് ലൈനിൽ നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള എർത്തിങ് എക്യുപ്മെന്റ് ഉപയോഗിച്ച് ആ എർത്തിങ് പൂർണ്ണമായി ഈ GI പൈപ്പിലാണ് കൊടുക്കുന്നത്. ആ പൈപ്പ് ആയിരിക്കും നമ്മുടെ വെള്ളം കൊണ്ടുപോകുന്നത്. അപ്പോൾ എക്സസ് ഓഫ് ഇലക്ട്രോൺസ് മുഴുവൻ നമ്മൾ ഈ വയർ വഴി ഈ പൈപ്പിലൂടെ കടത്തി വെള്ളത്തിലൂടെയാണ് എർത്തിങ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. ഇതും ഒരു രീതിയാണ്. അതേപോലെ തന്നെ സ്ട്രിപ്പ് ഓർ വയർ എർത്തിങ് ഉണ്ട്. അതായത് 15 മീറ്റർ അതിന് മുകളിലുള്ള സ്ട്രിപ്സ് കുഴിച്ച് 1/2 മീറ്റർ അടിയിൽ കുഴിച്ചിട്ടുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് കുഴിച്ചിട്ടുകൊണ്ട് നമുക്ക് കൊടുക്കുന്ന ഒരു എർത്തിങ്. ഇത് കൂടാതെ തന്നെ ഒരുപാട് വേറെ രീതികളുണ്ട്. കെമിക്കൽ എർത്തിങ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള മെത്തേഡ്സ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ റിസർച്ച് ചെയ്യാവുന്നതാണ്. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കാം. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് ആണ് പ്രോസസ് എക്യുപ്മെന്റ് ബോണ്ടിങ്. ഞാൻ ഇനീഷ്യലായിട്ട് ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു. പ്രോസസ് എക്യുപ്മെന്റ് ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്യുപ്മെന്റിനെയും എർത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എക്യുപ്മെന്റ് മാത്രമല്ല, ഇപ്പോൾ ഒരു സ്റ്റീൽ സ്ട്രക്ചർ ആണെങ്കിൽ സ്റ്റീൽ സ്ട്രക്ചറിനെയും, അതായത് എല്ലാ നോൺ കറന്റ് ക്യാരിയിങ് പാർട്സ് ഉള്ള മെറ്റൽ ഒബ്ജക്ട്സിനെ, അത് പ്രോസസ് എക്യുപ്മെന്റ്സ് ആവട്ടെ, പൈപ്പ് ലൈൻ ആവട്ടെ, സ്റ്റീൽ സ്ട്രക്ചർ ആവട്ടെ, എല്ലാത്തിനും പ്രോപ്പർ ആയിട്ട് ഗ്രൗണ്ടിങ് കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് കൂടാതെ തന്നെ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് ഉപയോഗിച്ചുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ഒരു മെഷീനിൽ തന്നെ ഒരു ഫ്ലാഞ്ച് ആയിട്ട് എടുക്കാം. ഒരു മെറ്റൽ ബോഡി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു റബ്ബർ സ്ലീവ്സ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു മെറ്റൽ ബോഡി. ഇങ്ങനെ വരുമ്പോൾ ഒരു മെറ്റൽ ബോഡി മാത്രം എർത്ത് ചെയ്തുകൊണ്ട് ആ റബ്ബർ സ്ലീവിന്റെ മുകളിലുള്ള മെറ്റൽ പാർട്ടിനെ എർത്ത് ചെയ്തെന്ന് അർത്ഥമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഡെഫിനറ്റ് ആയിട്ടും ആ താഴെ എർത്ത് ചെയ്ത പാർട്ടിന് മുകളിൽ, റബ്ബർ സ്ലീവിന് മുകളിലുള്ള മെറ്റൽ പാർട്ടിന്റെ മുകളിലേക്ക് ഒരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കേബിൾ ഇട്ടോ അങ്ങനെ വെച്ചിട്ട് എർത്തിങ് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ ഒരു ഉദാഹരണം വെച്ചിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു വാൾവിനെ സങ്കല്പിക്കുക. അതായത് എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിക്വിഡ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വാൾവ്. ഇവിടെ നമ്മൾ ആ വാൾവിനെ എർത്ത് ചെയ്തിട്ടുണ്ട്. വാൾവിന്റെ മുകളിലുള്ള ഒരു റബ്ബർ സ്ലീവിന് മുകളിലുള്ള മെറ്റൽ പാർട്ടിനെ എർത്ത് ചെയ്തിട്ടില്ല. പല കാരണവശാൽ, ഒരു സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ വിൻഡ് കാരണം, അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മുകളിലുള്ള പാർട്ടിൽ ചാർജ് അക്യൂമുലേറ്റ് ചെയ്തു എന്ന് വെക്കുക. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഈ ഏതെങ്കിലും ഒരു കാരണവശാൽ റബ്ബർ സ്ലീവിന്റെ ഇപ്പുറത്തേക്കുള്ള ഒരു പോയിന്റിലേക്ക് ഈ ഫ്ലാഞ്ചിന്റെ മുകൾ വശം ഗ്രൗണ്ട് ആവുകയും ചെറിയ സ്പാർക്ക് സൃഷ്ടിക്കുകയും അതുവഴി ഈ എക്സ്പ്ലോസീവ് ആയിട്ടുള്ള ലിക്വിഡിൽ എല്ലാം കമ്പഷൻ സംഭവിക്കുകയോ എക്സ്പ്ലോഷൻ സംഭവിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഡേഞ്ചർ ആയിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഓരോ പാർട്സിനും നമ്മൾ ഇക്വിപൊട്ടൻഷ്യൽ ബോണ്ടിങ് വഴി അതിനെ കണക്ട് ചെയ്യുന്നത്. ഹോപ്പ് ഈ ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വി ക്യാൻ മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഇനി നമുക്ക് ബേസിക് ആയിട്ട് ലൈറ്റ്നിങ് പ്രൊട്ടക്ഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. ഫോർ എക്സാമ്പിൾ ഒരു ഹൈ റേസ്ഡ് ആയിട്ടുള്ള ബിൽഡിംഗിൽ നമ്മൾ ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് പാർട്ടിൽ നമ്മൾ ലൈറ്റ്നിങ് റോഡ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. അതിനുശേഷം ആ ബിൽഡിങ്ങിന് ചുറ്റും നമ്മൾ ലൈറ്റ്നിങ് റോഡ് വെച്ചിട്ടുള്ള സാധനം നമുക്ക് എർത്തിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുന്നു. നമ്മൾ ചിലപ്പോൾ മെഷ് രൂപേണയും ചെയ്യാം. ബിൽഡിങ്ങിനെ മൊത്തം കവർ ചെയ്തിട്ട് കോപ്പർ വയർ ഉപയോഗിച്ച് കവർ ചെയ്യുന്നു. അതിനുശേഷം ആ പോയിന്റ്സ് എർത്ത് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ലൈറ്റ്നിങ് വരുന്ന സമയത്ത് നമ്മുടെ ലൈറ്റ്നിങ് റോഡിൽ ഇത് കളക്ട് ചെയ്യുകയും ഇത്രയും ഹൈ വോൾട്ടേജ് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റി റോഡ് വഴി താഴെ എർത്ത് റോഡിലേക്ക് വന്ന് ഗ്രൗണ്ട് ചെയ്യപ്പെടുന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ. ഈ ലൈറ്റ്നിങ് പ്രൊട്ടക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന എർത്ത് പിറ്റും നമ്മുടെ നോർമൽ ഇലക്ട്രിക്കൽ പാനലിന് വേണ്ടി യൂസ് ചെയ്യുന്ന എർത്ത് പിറ്റും കമ്പൈൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈറ്റ്നിങ്ങിൽ വരുന്ന ഹൈ വോൾട്ടേജ് ചില സമയം എർത്തിലേക്ക് പോവാതെ മറ്റേ ഗ്രൗണ്ട് സിസ്റ്റം വഴി മെയിൻ പാനലിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മൾ കോപ്പർ സ്ട്രിപ്പ് വെച്ച് വയർ ബിൽഡിങ്ങിന്റെ താഴത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ സ്ട്രിപ്പ് ഒരിക്കലും ബിൽഡിങ്ങിനെ ടച്ച് ചെയ്തുകൊണ്ടാകാൻ പാടില്ല. അതിനൊരു ചെറിയ ഗ്യാപ്പ് ഉപയോഗിച്ച് അത് സ്ലീവ്ഡ് ആയിരിക്കണം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ് ആയിരിക്കണം. ഈ ഐഡിയ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾ. നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയും വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എനിക്ക് അറിയാവുന്ന സംശയങ്ങളാണ് ക്ലാരിഫൈ വരുത്താൻ ശ്രമിക്കുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യുക. ഇലക്ട്രിസിറ്റിയെയും ഇലക്ട്രിക്കൽ എക്യുപ്മെന്റിനെയും ഇതിൽ മാറി വരുന്ന ടെക്നോളജിയെയും പറ്റി കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ ഓൾ എന്ന് പറഞ്ഞ് പ്രസ് ചെയ്യുക. പുതിയ വീഡിയോയുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.